നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 4ാം ഘട്ട മത്സരങ്ങളാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 4ാം ഘട്ടം രൂപത്തിലും ഭാവത്തിലും പുത്തൻ ദൃശ്യാനുഭവം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ 2 റൗണ്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത് സംവാദം, രണ്ടാമത്തേത് കഥാപാത്ര ഭാവ അവതരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ആദ്യം വജ്രവ്യൂഹം. അങ്ങനെ നമ്മുടെ വജ്രവ്യൂഹം തുടങ്ങാനായിട്ട് സമയമായിരിക്കാണ്. നമ്മുടെ ആദ്യത്തെ ടീമിനെ വിളിക്കാം. GHSS ചാലിശ്ശേരി. അടുത്തതായി സ്വാഗതം ചെയ്യാം ചിന്മയ വിദ്യാലയം കാസർഗോഡ്. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടുകൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ? പേര് പറഞ്ഞോളൂ. പ്രാർത്ഥന. എത്രാം ക്ലാസ്സിലാ? 9th. ആർദ്ര 11th. സിദ്ധാർത്ഥ കൃഷ്ണ +2. ശിഖ 9ാം ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ. അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ്? ഒന്ന് പറഞ്ഞ് ഡിബേറ്റ് ചെയ്യാനുള്ള സബ്ജക്ട്. സീതയുടെ അഗ്നിപ്രവേശത്തിനായിട്ട് രാമനെടുത്ത തീരുമാനം യുക്തിപൂർവമാണോ, അത് ശരിയാണോ? അതെ, അതിനെക്കുറിച്ചാണ്. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ റൗണ്ടുകളിൽ വന്ന പിഴവുകളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടൊക്കെയാണല്ലോ വന്നേക്കുന്നത് അല്ലേ? തല ആട്ടുന്നതിനൊന്നും ശക്തി പോരല്ലോ. അതെ, ആണ്. ഇനി അനുകൂലിച്ചു പറയണോ പ്രതികൂലിച്ചു പറയണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ സ്വാമിജിയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ബൗളിനകത്ത് നിങ്ങളുടെ 2 സ്കൂളിന്റെയും പേര് എഴുതിയിട്ടുണ്ട്. അതിലേത് ചിറ്റാണോ സ്വാമിജി എടുക്കുന്നത് ആ ചിറ്റിൽ ഉള്ള പേരുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അനുകൂലിച്ച് പറയേണ്ടത്. മറ്റേ ടീം പ്രതികൂലിച്ചു. അപ്പം എല്ലാം ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് തുടങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്തായാലും സ്വാമിജി നമുക്ക് നോക്കാം. GHSS ചാലിശ്ശേരി പാലക്കാട്. GHSS ചാലിശ്ശേരിയാണ് അനുകൂലിച്ച് പറയേണ്ടത്. സന്തോഷമാണോ? ആവാം. അടുത്തതും കൂടെ നമുക്കൊന്ന് നോക്കാം. ചിന്മയ വിദ്യാലയം കാസർഗോഡ് പ്രതികൂലിച്ച് പറയാം. റെഡി അല്ലേ? അപ്പം നിങ്ങളുടെ ഈ ഒരു റൗണ്ട് മാനേജ് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ഞാനല്ല, നമ്മുടെ ലക്ഷ്മി ടീച്ചറാണ്. അപ്പൊ ലക്ഷ്മി ടീച്ചറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ടീച്ചറെ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അംഗത്തിന് തയ്യാർ അല്ലേ? വാക്കുകൊണ്ടുള്ള അംഗമാണ് അല്ലേ? ആശയങ്ങളിൽ നിന്നും ആശയങ്ങളിലേക്ക് സഞ്ചരിച്ച് പുതിയ ചിന്തകൾ രൂപപ്പെടുത്തേണ്ട അംഗമാണിത്. സമൂഹം എന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സീതയുടെ അഗ്നിപരീക്ഷയെക്കുറിച്ചുള്ള പ്രസക്തമായ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടാനാണ് നമുക്ക് ഈ വാദത്തിലൂടെ ഉണ്ടാവേണ്ടത്. ആശയത്തിന്റെ ക്ലാരിറ്റിയാണ്. അതിന് നമ്മൾ ആരംഭിക്കുന്നു. ഇന്നത്തെ വിഷയം അഗ്നിശുദ്ധിയാൽ സ്ഥിരീകരിക്കപ്പെടേണ്ടതോ സീതയുടെ സ്വത്വം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സീതയിലുള്ള വിശ്വാസക്കുറവ് മൂലമാണ് ശ്രീരാമൻ അഗ്നിശുദ്ധി വരുത്തിയ ശേഷം മാത്രം സീതയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞതിൽ സത്യമുണ്ടാകാൻ സാധ്യതയില്ല. ശ്രീരാമൻ എന്ന ധർമ്മ പ്രതിരൂപത്തിന്റെ, പ്രത്യേകിച്ച് ഏകപത്നി വ്രതക്കാരന്റെ സംശയ ദൂരീകരണം എന്നതിൽ അതിനെ കണ്ടാൽ മതി. അപ്പോൾ അത്തരമൊരു വ്യക്തിക്കും സംശയം ഉണ്ടാകാമോ എന്ന ചോദ്യം വരും. ഇവിടെ ലോകാപവാദത്തിന് ശക്തി ഇല്ലാതാക്കുക എന്നതായിരിക്കാം ശ്രീരാമൻ ലക്ഷ്യം വെച്ചിരുന്നത്. കൃത്യമായി നിങ്ങൾക്ക് ഉത്തരം പറയാം. പതിവ്രത മഹാഭാഗ ചയേവ ആനുഗത സഥ. ജനക മഹാരാജാവ് സീതയെ രാമൻ ഏൽപ്പിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ്. അതായത് എല്ലാ കാലവും സീത രാമനോട് അർപ്പണബോധവും വിശ്വസ്തതയും പുലർത്തുന്ന പതിവ്രതയായിരിക്കുമെന്നും ഒരു നിഴൽ മനുഷ്യനെ പിന്തുടരുന്നത് പോലെ എല്ലാ കാലം സീത രാമനെ പിന്തുടരുമെന്ന്. ഈ ഒരു വാക്ക് ഒരിക്കലും സീത ലംഘിക്കില്ല എന്ന് ശ്രീരാമൻ ഉറപ്പാണ്. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നളകുബേരൻ രാവണന് ശാപം കൊടുത്തിട്ടുണ്ട്. ഏതൊരു സ്ത്രീയെയും അവളുടെ അനുവാദമില്ലാതെ തൊട്ടാൽ രാവണൻ മരണപ്പെടും. അപ്പോൾ ഇത് രണ്ടും നാം കൂട്ടി വായിക്കുമ്പോൾ എന്താണ് കാണുന്നതെന്നാൽ രാമന് ഒരു സംശയവുമില്ല സീതയെ. അപ്പോൾ സംശയമില്ലാത്ത, അതായത് തെറ്റ് ചെയ്യാത്ത ഒരു സ്ത്രീയാണ് ജനമധ്യത്തിൽ വച്ച് ഇത്രയും പരുഷമായ വാക്കുകൾ കൊണ്ട് മൂടി അഗ്നിയിലേക്ക് തള്ളിവിടുന്നത്. ഇവിടെ സീതയുടെ വ്യക്തിത്വത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അത്തരമൊരു ചോദ്യം ചെയ്യലുണ്ടായിട്ടുണ്ടോ? ഏതൊരു സീതയെയാണോ രാവണൻ തട്ടിക്കൊണ്ടുപോയത് ആ പവിത്രയെ തന്നെയാണ് താൻ വീണ്ടും സ്വീകരിക്കുന്നതെന്ന് രാമൻ ധൈര്യത്തോടെ ലോകത്തോട് വിളിച്ചു പറയാം. മാത്രമല്ല ശ്രീരാമൻ എന്ന വ്യക്തിയോട് സീതയ്ക്ക് അടങ്ങാത്ത ആരാധനയും ഉണ്ടായിരുന്നു. അത്തരമൊരു വ്യക്തിയുടെ ഇംഗിതം അറിഞ്ഞ് പ്രവർത്തിച്ചതിൽ എന്താണ് തെറ്റ്? മനസ്സ്, വാക്ക്, കർമ്മം ഇവ 3 കൊണ്ടും സീത കളങ്കിയതല്ലെന്ന് രാമന് തീർച്ചയായും അറിയാം. പക്ഷേ പരിശുദ്ധി ഇല്ലാതെ സീതയെ സ്വീകരിച്ചാൽ
കാമം കൊണ്ട് അന്ധനായ ഒരു വ്യക്തിയാണ് താനെന്ന് ലോകം വിധി എഴുതിയാലോ എന്ന ചിന്തയിലായിരിക്കാം അഗ്നിശുദ്ധി എന്ന പ്രകടനം നടന്നത്. ഇവിടെയും സീതയുടെ ഇവിടെയും രാമന്റെ ഇംഗിതത്തിന് സീത കൂട്ടു നിൽക്കുകയാണ് ചെയ്തത് നമുക്ക് കരുതാം. അപ്പോൾ അഗ്നിശുദ്ധി എന്ന പരീക്ഷണത്തിൽ തെറ്റ് കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനാണ്. അപ്പോൾ എന്തായിരിക്കും സീതയെ ഇവിടെ ശ്രീരാമൻ തിരിച്ചു കൊണ്ടുപോയാൽ പറയുക സമൂഹം എന്നത് ഞാൻ നിർത്തിയിട്ടില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ സ്വാർത്ഥമായ താല്പര്യമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, രാവണാകി വസിച്ചോൾ നീ ദുഷ്ട കണ്ണാൽ പഴിച്ചവളാണ് നീ. അതായത് ഇത്രയും നീചമായി സീതയെ ഇവിടെ സംശയിക്കുകയാണ് ശ്രീരാമൻ എന്നത് നമുക്ക് പറയാൻ മുഴുവനായും സാധിക്കില്ല. കാരണം ശ്രീരാമൻ തന്നെ അറിയാം സീത തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അപ്പോ ജനം മധ്യത്തിൽ വച്ച് വിഭീഷണാദികളുണ്ട്, ലക്ഷ്മണനുണ്ട്, മറ്റ് വിഭീഷണനും അതുപോലെ തന്നെ എല്ലാ വാനരന്മാരുണ്ട്, കരടികളുണ്ട്. ഇവരുടെ മുമ്പിൽ വെച്ചാണ് പതിവ്രതയായ ഒരു സ്ത്രീയെ ഇവിടെ ശ്രീരാമൻ അപമാനിക്കുന്നത്. തെറ്റു ചെയ്യാത്ത സീതയാണ് അപമാനിക്കപ്പെട്ടത്. തൽപരനായ ശ്രീരാമനായിട്ടല്ല, ഒരു സാധാരണ മനുഷ്യനായിട്ടോ പ്രജാക്ഷേമ തൽപരനായ രാജാവായിട്ടോ പ്രജകളുടെ ഹിതം സ്വന്തം ഹിതമായി കരുതുന്നവനായിട്ടോ ആയിരിക്കാം സീത അഗ്നിശുദ്ധി തെളിയിക്കണം എന്ന് പറയുന്നത്. അത് രാജധർമ്മമാണ്. ആ രാജധർമ്മം അതുപോലെ അനുഷ്ഠിക്കേണ്ടത് സീതയുടെ കടമയായി കരുതിയാൽ മതി. രാമൻ ഒരു വ്യക്തിയല്ല, രാമൻ ഒരു രാജാവാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? രാമൻ ഒരു രാജാവായാലും വ്യക്തിയായാലും ഇവിടുത്തെ ഭദ്രധർമ്മം എവിടെ പോയി? നാം നോക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ രാമൻ പട്ടാഭിഷേക സമയത്താണ് വനവാസത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് തന്റെ പിതാവ് പറഞ്ഞ പ്രകാരം 14 വർഷം കാട്ടിലേക്ക് പോയപ്പോൾ രാജ്യം ഉപേക്ഷിച്ചു, പുത്രധർമ്മം ചെയ്തു. ഒരു മടിയും കൂടാതെ രാമനോടൊപ്പം അപ്പൊ പോയതാണ് സീത. എന്നാൽ ആ സീതയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ രാമൻ കൂടെ നിൽക്കുന്നില്ല. അത് മാത്രമല്ല, മനുസ്മൃതിയിൽ പറയുന്നുണ്ട്, ഏതൊരു പുരുഷൻ എത്രമാത്രം തെറ്റ് ചെയ്താലും അവന്റെ അവസാന കാലം വരെ സ്ത്രീ അവനോടൊപ്പം നിൽക്കണമെന്ന്. അതെന്തുകൊണ്ട് തിരിച്ചായിക്കൂടാ? ഇവിടെ തമാശ എന്തെന്നാൽ സീത തെറ്റ് പോലും ചെയ്തിട്ടില്ല. ആ സീതയോടാണ് രാമൻ ഇപ്രകാരം പറയുന്നതും അവളെ അഗ്നിശുദ്ധി വരുത്തി അവളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതും. ഇത്തരത്തിലുള്ള ഒരു അഗ്നിശുദ്ധിയുടെ ആവശ്യമേ ഇവിടെ വരുന്നില്ല, അത് ഏത് കാലത്തായാലും. ദശരഥൻ നിർദ്ദേശിച്ച വനവാസം ശ്രീരാമൻ അനുഷ്ഠിച്ചില്ലേ? വേണമെങ്കിൽ അത് നിഷ്കരണം തള്ളിക്കളയാമായിരുന്നു. അതുപോലെ സീതയും രാജധർമ്മം അനുഷ്ഠിക്കേണ്ടവളാണ്. അങ്ങനെ നോക്കുമ്പോൾ അഗ്നിശുദ്ധി എന്ന പരീക്ഷണം നടത്തിയത് തെറ്റ് കാണാൻ സാധിക്കില്ല. മാത്രമല്ല, യഥാർത്ഥ സീതയല്ല അഗ്നിശുദ്ധി നടത്തിയതെന്നും പറയുന്നുണ്ട്. അഗ്നിമണ്ഡലത്തിൽ മറിഞ്ഞ് രാവണവധം കഴിയുവോളം നീ വസിക്കണം എന്ന് പറയുന്നത് സീത തന്നെയാണ്. അത് ധർമ്മരക്ഷാർത്ഥമാണ് പ്രിയ എന്ന് കൂടി ചേർക്കുന്നുണ്ട്. ഇവര് മായാസീതയുടെ വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ മായാസീതയാകട്ടെ യഥാർത്ഥ സീതയാകട്ടെ സ്ത്രീയാണ്. അവളെ ഛായയുടെ രൂപത്തിലായാലും യഥാർത്ഥ രൂപത്തിലായാലും ഇവിടെ അപമാനിക്കുന്നത് തെറ്റാണ്. മാത്രമല്ല, ഇവിടെ എല്ലാ കാലത്തും, അതായത് കാലാതീതമായി നാം കാണുന്നതാണ് ഓരോ രീതിയിൽ സ്ത്രീയെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സീതയുടെ സ്വത്വം എന്നത് അവളുടെ അവകാശമാണ്. അത് ചോദ്യം ചെയ്യാൻ അവൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അതെന്ത് അധികാരത്തിലാണ് ഇവിടെ രാമൻ വിഭീഷണനിലോ ലക്ഷ്മണനിലോ നീ പ്രിയം വച്ചോളൂ എന്ന് പറയുന്നത്? മായാസീത എന്ന വാദത്തെ ഇവർ വളരെ കൃത്യമായി നിരസിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, വേദങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഋഗ്വേദം ആരംഭിക്കുന്നത് തന്നെ അഗ്നിമേലയ പുരോഹിതം എന്ന് പറഞ്ഞിട്ടാണ്. അഗ്നി എന്ന് പറയുന്നത് അറിവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം അഗ്നിയെ സ്തുതിക്കുന്നുണ്ട്. അത് അഗ്നിയെ കേവലം ഒരു അഗ്നി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലല്ലാതെ അറിവ് എന്ന കാഴ്ചപ്പാടിലാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അഗ്നിശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സീതയുടെ പതിവ്രതയെ പറ്റി ജനങ്ങൾക്ക് അറിവുണ്ടാക്കുക എന്നുള്ള കാര്യമാണ്. അത്തരമൊരു കാര്യം ഒരു രാജാവായിട്ടുള്ള രാമൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം അത് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന അറിവാണ്. അത് സീത പതിവ്രതയാണെന്ന് ജനങ്ങളെ തെളിയിച്ചാൽ അഗ്നിയുടെ ഉദാത്തമായ ഭാവമാണ് ഇവർ പറഞ്ഞത്. അതിനെ 30 സെക്കൻഡ് കൊണ്ട് കൃത്യമായി ക്രോഡീകരിച്ചോളൂ. ഇവിടെ അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം തീർക്കാനുണ്ട്. സീത ജനകനന്ദിനിയാണ്. അവൾ വസുതയിൽ ഉത്ഭവിച്ചവളാണ്. അവളുടെ ഭക്തിയോ ശീലത്തിനെയോ പതിവ്രത എന്ന ആ ഒരു കോൺസെപ്റ്റ് പോലും ഇവിടെ ശ്രീരാമൻ മുഴുവനായും തള്ളിക്കളയുകയാണ്. അപ്പോ അങ്ങനെയുള്ള പതിവ്രതയായ ഭാര്യയോടാണ് ഇത്തരത്തിലുള്ള പരുഷമായ വാക്കുകൾ പറഞ്ഞ് അപമാനിച്ച് അവളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത് സ്ത്രീയിലേക്ക് തള്ളിവിടുന്നത്. ഇത് സീതയ്ക്ക് മാത്രം എന്തുകൊണ്ട്? പുരുഷന്മാർക്കായിക്കൂടെ? പിന്നെ നിങ്ങൾ ചോദിച്ചത് അഗ്നിയുടെ അർത്ഥമാണ് നിങ്ങൾ തന്നത്. അതും നമുക്ക് ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുവാൻ സാധിക്കുക? ഒരു സ്ത്രീയല്ലേ ഇവിടെ അപമാനിക്കുന്നത്? അപമാനിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉത്തമമായ കാര്യം എന്ന് പറയുന്നത് സീതയുടെ സമ്മതം ചോദിച്ചുകൊണ്ട് തന്നെയാണ് അഗ്നിശുദ്ധി വരുത്തുന്നതിന് വേണ്ടി രാമൻ പറയുന്നത്. സീതയുടെ സമ്മതം ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് രാമായണത്തിൽ കൃത്യമായി കാണാൻ സാധിക്കും. അത്തരം ഒരു അഗ്നിശുദ്ധി സീതയുടെ സമ്മതമില്ലാതെ സീതയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നത് തീർത്തും അർത്ഥമില്ലാത്തൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോ ഇവിടെ നിങ്ങൾ പറയുന്നത് ഈ അഗ്നിശുദ്ധി വേണമെന്നാണ്. ഒരു അഗ്നിശുദ്ധി എന്നത് ഒരു സ്ത്രീയുടെ അപമാനത്തിനുപരിയായ, അതായത് അത്രത്തോളം തന്നെ ഉള്ളതാണ്. കാരണം ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ഇവിടെ എന്ത്
രാജധർമ്മമായാലും, അതായത് രാജനീതിയുടെ മറവിൽ വ്യക്തിപരമായ സംശയമാണ് ശ്രീരാമൻ തീർക്കുന്നത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അഗ്നിശുദ്ധി എന്ന് പറയുന്നത് കേവലം ഒരു സംശയം തീർക്കൽ മാത്രമല്ല, അത് മറിച്ച് അറിവ് നേടലാണ്. അത്തരം ഒരു സീതയുടെ പതിവ്രതയെ പറ്റിയുള്ള അറിവ് ജനങ്ങൾക്കും സ്വയം രാമനും മറ്റുള്ളവർക്കും ബോധിപ്പിച്ചുകൊണ്ട് മാത്രമാണ് തനിക്ക് രാജ്യത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് രാമനുണ്ടായിരുന്നു. അത്തരം ഒരു കാര്യം കൊണ്ട് തന്നെയാണ് രാമൻ ഇത്തരം ഒരു തീരുമാനം എടുത്തത്. വളരെ കൃത്യമായിരുന്നു, വളരെ കൃത്യമായി. നിങ്ങൾക്ക് പറയാനുള്ള ആശയങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും പറഞ്ഞില്ലേ? നിങ്ങളോ? പൂർണ്ണമായും ആശയങ്ങളെ പറയാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. വളരെ ഇതിൻ്റെ വ്യക്തിപരമായ മാനം, ഇതിൻ്റെ സാമൂഹ്യമായ മാനം, ഇതിൻ്റെ ഒരു മെറ്റഫിസിക്കലായ മാനം കൂടി പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി ഈ ആശയത്തെ സ്ഥാപിച്ചു. കാലിക പ്രസക്തമായ ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തെയാണ് എന്ന വാദത്തിൽ നിങ്ങൾ ശക്തമായി പിടിച്ചു നിൽക്കുകയും ചെയ്തു. വളരെ ഗംഭീരമായിരുന്നു. നമുക്ക് വെറുതെ വിളിക്കാം. ചർച്ചകൾ തീരുന്നില്ല. അതെ അതെ, ഞാൻ വരുമ്പോഴും അതാ ശ്രദ്ധിക്കണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് മിസ് ആയിട്ടുണ്ട് അല്ലേ? അതെ, സ്ത്രീ സ്വത്വത്തിൽ തൊട്ടാലുണ്ടല്ലോ എവിടെയായാലും പൊള്ളും. എനിക്കൊരു സംശയമുണ്ട്, ഇത് ചർച്ചയുടെ ഭാഗമോ മാർക്കിന്റെ ഭാഗമോ ഒന്നുമല്ല. ഈ സീതയോട് പറയുന്നത്, നീ നേത്രരോഗിക്ക് ദീപം പോലെയാണ്, നീ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോളൂ എന്ന് രാമൻ പറയുന്ന പരുഷമായ വാക്കില്ലേ, അതിനെങ്ങനെയാണ് നിങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നത്? രാമായണത്തിൽ രാമനെ ദൈവമായി കൽപ്പിച്ചുകൊണ്ട്, രാമന് ദൈവസിദ്ധികൾ കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് അവ. അതെന്ന് പറയുന്നത് തീർത്തും യോജിക്കാൻ പറ്റാത്തതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചർച്ചയ്ക്കിടയിൽ പറഞ്ഞിട്ടുള്ള പല പോയിന്റുകളും നമ്മുടെ യുക്തിക്ക് ഇന്നത്തെ കാലത്ത് നിരക്കാത്തതാണ് നമുക്കറിയാം. കാരണം ഒരിക്കലും ഒരു മാനുഷികമായിട്ടുള്ള പ്രവൃത്തിയല്ല ഒരു സ്ത്രീയെ തീയിലേക്ക് തള്ളിവിടുക. തീ എന്ന് പറയുന്നത് അറിവിന്റെ പ്രതിരൂപമാണെങ്കിൽ കൂടി ഒരു സ്ത്രീയെ സംശയിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ യുക്തിക്ക് യോജിച്ചതല്ല. പക്ഷെ രാമൻ നീതിമാനായ ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു. രാജാവിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പറയില്ലേ, സീസറിന്റെ പത്നി കുറ്റവിമുക്തയായിരിക്കണം. ഇത് എക്കാലത്തും ഭാരതം പിന്തുടർന്നിട്ടുള്ള ഒരു നിയമമാണ്. ഇപ്പൊ ചെറുതായിട്ടൊരു സംശയമുണ്ട്, ഇത് കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഒരു സംവാദമാണോ, കുട്ടികളുള്ള സംവാദമാണോ? അപ്പൊ ഇനി അടുത്തതിന് വേണ്ടി ഞാൻ ഇങ്ങനെ പിടിച്ചിങ്ങനെ തുടങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പൊ ടീച്ചറിനെ ഞാൻ സീറ്റിലേക്ക് വിടുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. താങ്ക് യു ടീച്ചർ. അപ്പൊ ഇനി നമുക്ക് കമന്റ്സിലേക്ക് കിടക്കാം കേട്ടോ. സ്വാമിജി, വളരെ കാലിക പ്രസക്തങ്ങളായ വാദങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അത് കാസർഗോഡ് ചിന്മയ വിദ്യാലയം അവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ കാലിക പ്രസക്തങ്ങളായ രീതികളിലാണ് അവർ ഉന്നയിച്ചത്. ഇന്നത്തെ ലോകം ആ രീതിയിലായിരിക്കും ചിന്തിക്കുക. പഴയ ലോകവും ഇന്നത്തെ ലോകവും കുറച്ച് വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ സീതയെ അധിക്ഷേപിച്ചതിനെപ്പറ്റി വളരെ ചർച്ചകൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതാണ്. രാമൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഒരു പ്രാകൃത സ്ത്രീയോട് ഒരു പ്രാകൃത പുരുഷൻ പറയുന്നത് പോലെയാണ് എന്നൊക്കെ സീത തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതേ സീത തന്നെ ഈ മാരീചൻ വേഷം കെട്ടിയിട്ട് രാമനെ അവിടുന്ന് അകറ്റുന്ന സമയത്ത് ലക്ഷ്മണനെ കാവൽ നിർത്തിയാണ് പോകുന്നത്. ആ ലക്ഷ്മണനോട് പറഞ്ഞ സീത പറഞ്ഞിട്ടുള്ള വാക്കുകൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതിനൊരു തിരിച്ചടിയാകണം അവിടെ വന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം സീതാദേവിയെ സ്വന്തം ജ്യേഷ്ഠത്തി അമ്മയെപ്പോലെ കണ്ട് അവരുടെ പാദം മാത്രം എന്നും നമസ്കരിച്ച് പോന്നിരുന്ന ലക്ഷ്മണൻ അവരുടെ ശരീരം പോലും മുഖത്ത് പോലും നോക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. അത്രയും പരിശുദ്ധഭാവത്തിൽ വീക്ഷിച്ചിരുന്ന ആളായിരുന്നു ലക്ഷ്മണൻ. ആ ലക്ഷ്മണനെ പറയുന്നത്, നീ ജ്യേഷ്ഠനെ പറഞ്ഞു വിട്ടിട്ട് എന്നെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നാണ് ചോദിക്കുന്നത്. നീ എന്നെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അതൊക്കെ ലക്ഷ്മണൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ലക്ഷ്മണൻ അവിടെ സംരക്ഷിക്കാനായിട്ട് നിൽക്കുകയാണ്, സീതയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ലക്ഷ്മണനെ ഓടിക്കാൻ വേണ്ടിയിട്ട്, രാമനെ തേടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സീത പറയുന്ന വാക്കുകൾ, ലക്ഷ്മണനോട് ഉപയോഗിച്ച വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത് ഇതിലും ഭയങ്കരമാണ്. രാമൻ ഒരു വ്യക്തിയായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. രാമൻ ആദ്യമേ തന്നെ പറയുന്നുണ്ട്, സീതയെ ഉപേക്ഷിക്കാൻ, ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ, പ്രിയപ്പെട്ടവരെ എല്ലാം ഞാൻ ഉപേക്ഷിക്കും. എന്തിനു വേണ്ടി? ധർമ്മത്തിന് വേണ്ടി. അത് ധർമ്മം നിലനിൽക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ലോകം സംശയിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് തിരുത്തേണ്ടതാണ്. പിന്നെ വാൽമീകി തന്നെ ദശരഥനെ കൊണ്ടുവരുന്നുണ്ട്. മരിച്ചുപോയ ദശരഥനെ വരെ ആകാശത്ത് ഉയർത്തി കാണിച്ചിട്ട് ദശരഥനിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദശരഥൻ പറയുന്നുണ്ട് ആ സമയത്ത്, സീതാദേവി മകള് വിഷമിക്കരുത്, ഇത് നിന്റെ പാതിവൃത്യ ശക്തി ലോകം മനസ്സിലാക്കാൻ വേണ്ടി രാമൻ ചെയ്യുന്ന പരീക്ഷണമാണ്. ഇതിലൂടെ നിന്റെ ശുദ്ധി ലോകം മുഴുവൻ നീ പരിശുദ്ധയാണെന്ന് നീ അറിയപ്പെടും. അല്ലെങ്കിൽ നിനക്ക് ഈ കളങ്കത്തിൽ നിന്നും മോചനം നേടാൻ സാധിക്കില്ല.
ഇതൊക്കെ ശക്തമായ വാദങ്ങൾ അവിടെ പറയുന്നുണ്ട്. വാൽമീകി തന്നെ പറയിപ്പിക്കുകയാണെന്ന് വേണമെങ്കിൽ കൂട്ടാം നമുക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടുപേരും നന്നായിട്ട് വാദിച്ചു. നമസ്കാരം. നന്ദി സ്വാമിജി. സർ, ശ്രീരാമനെ എനിക്ക് വലിയ സ്നേഹവും ബഹുമാനമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ശ്രീരാമനോട് എനിക്ക് കടുത്ത വിരോധമാണ്. ഈ അഗ്നി പ്രവേശനത്തിന് സീതയെ വിധേയമാക്കിയ സംഭവം. വിർജിനിറ്റി ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആധുനിക ശാസ്ത്രം വിർജിനിറ്റി ടെസ്റ്റ് ഉണ്ട്, അസിംസോട്ടക് ടെസ്റ്റ് ഉണ്ട്, ഏതെങ്കിലും ചെയ്താൽ മനസ്സിലാക്കാം. ഇത് രാമൻ്റെ കൂടെ 3-4 വർഷം ജീവിച്ചൊരു സ്ത്രീയാണ്. അപ്പോൾ വിർജിനിറ്റി അല്ല ചെക്ക് ചെയ്യുന്നത്, പരിശുദ്ധിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ പരിശുദ്ധി ചെക്ക് ചെയ്യണമെങ്കിൽ സ്ത്രീയെ സംരക്ഷിക്കാൻ പുരുഷന് കഴിഞ്ഞിരിക്കണം. അല്ലാതെ സംരക്ഷിക്കാൻ പറ്റാതെ ഈ സ്ത്രീ ഭാര്യ വേറൊരാൾ തട്ടിക്കൊണ്ട് പോകുമ്പോൾ, പ്രേമിച്ചൊന്നും ഓടിയല്ലോ, എലോപ്പൻ്റെ അല്ലല്ലോ, തട്ടിക്കൊണ്ട് പോയല്ലേ. അപ്പോൾ രക്ഷിക്കാൻ കഴിയാത്ത ഭർത്താവ് ഭാര്യയ്ക്ക് പിന്നെ പരിശുദ്ധമാണോ എന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ അടിച്ച നിയമപ്രകാരം യാതൊരു രീതിയിലും സാധ്യമല്ല. ഒരു സ്ത്രീയുടെ പരിശുദ്ധി എന്ന് പറയുന്നത് മനസ്സിലുണ്ടാക്കുന്ന ഒരു പരിശുദ്ധിയാണ്. ജംഗീസ് ഖാൻ്റെ ഭാര്യ ബോർട്ടയെ ബർക്കീസുകാരെ തട്ടിക്കൊണ്ടുപോയി 90 ദിവസം ബലാത്സംഗം ചെയ്തു. അവസാനം അവളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വന്നപ്പം ജംഗീസ് ഖാൻ അവളെ സ്വീകരിച്ചു. ആ തട്ടിക്കൊണ്ടുപോയവരെ കൊന്നു. പക്ഷേ സ്വീകരിച്ച ശേഷം പറഞ്ഞ ആ ബലാത്സംഗ സമയത്തുണ്ടായ കുട്ടിയെ ഹുലാഗുവിനെ ജംഗീസ് ഖാൻ സ്വയം സ്വീകരിച്ചു, എൻ്റെ മകനായി സ്വീകരിച്ചു. കാര്യം അവളെ സംരക്ഷിക്കാൻ എൻ്റെ ബാധ്യതയായിരുന്നു, ഞാൻ പരാജയപ്പെട്ടിടത്താണ് ഇത് സംഭവിച്ചതെന്നാണ് ജംഗീസ് ഖാൻ പോലും പറഞ്ഞത്. അതുകൊണ്ട് ജംഗീസ് ഖാൻ ലോകത്ത് കാണുന്ന പെണ്ണുങ്ങളെല്ലാം ഉപദ്രവിക്കുന്ന മനുഷ്യനായി മാറിപ്പോയത് വേറെ കാര്യമാണ്. അപ്പോൾ സ്ത്രീയുടെ സംരക്ഷണം ഭർത്താവിൻ്റെ ഡ്യൂട്ടിയാണ്. എല്ലാ ബഹുമാനവും ശ്രീരാമനോടുണ്ട്. ശ്രീരാമനെ പറ്റി ആയിരക്കണക്കിന് പ്രസംഗം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ശ്രീരാമനോട് യോജിക്കാൻ പറ്റിയാൽ. താങ്ക് യു സർ. ടീച്ചർ, എനിക്കിതിൽ തോന്നുന്നതേ, ഈ 2024 ഇന്നത്തെ ഈ ജനാധിപത്യ കാലത്ത് ഇന്നത്തെ രാഷ്ട്രീയക്കാരെയും ഇന്നത്തെ മന്ത്രിമാരെയും ഭരണാധിപന്മാരായി കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ അവരിൽ കാണുന്നത് സ്വന്തം ഭാര്യയ്ക്കും സ്വന്തം മകനും സ്വന്തം അകന്ന ബന്ധത്തിലുള്ളവനും കുടുംബവും ജീവിതവും തൊഴിലും ഒക്കെ സുരക്ഷിതമാക്കിയിട്ട് ഭരണത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുന്ന കുറെ പേരെ കണ്ടുകൊണ്ടാണ് നാം ഇതിഹാസത്തിലേക്ക്, ത്രേതായുഗത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. അവിടെ ഒരു രാമൻ ഉണ്ടായിരുന്നു. ആ രാമനെ വിവാഹം കഴിക്കുമ്പോൾ സീത വെറുമൊരു രാജകുമാരനെ അല്ല വിവാഹം കഴിച്ചത്. അയോധ്യയുടെ ഭരണാധിപൻ കൂടി ആവേണ്ട രാമനെയാണ്. രാജാവായ രാമനെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു സ്വാർത്ഥതയ്ക്കും അവിടെ ഇടമില്ല. സീതയുടെ ഭർത്താവായ രാമന്റെ ചരിതമല്ല വാൽമീകി എഴുതിയത്. അവിടെ ഭർതൃധർമ്മം പാലിക്കപ്പെട്ടേക്കാം. ചിലപ്പോ നമുക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ സീതയോട് നീതി കാണിച്ചില്ലല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷെ ആത്യന്തികമായി വിജയിക്കേണ്ട രാജധർമ്മം എന്നൊന്നുണ്ട്. അതിൽ കുറേ ത്യാഗങ്ങളുണ്ട്. അമ്മമാരുടെ ത്യാഗങ്ങളുണ്ട്, ഭാര്യമാരുടെ ത്യാഗങ്ങളുണ്ട്. മക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടേക്കാം. സ്വതന്ത്രമായി ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ കുടുംബത്തിന് ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. പക്ഷെ ഒരു ഭർത്താവിന്റെ ചരിത്രമല്ല രാമായണം, ഒരു ഭരണാധിപന്റെ ചരിത്രമാണ് രാമായണം എന്നിടത്താണ് രാമായണം ഉദിച്ചു നിൽക്കുന്നത്. വളരെ നല്ല സംവാദമായിരുന്നു. താങ്ക് യു ടീച്ചർ. അപ്പോൾ കമൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ? സ്വാമിജി, 2 സ്കൂളുകൾക്കും എത്ര വീതമാണ് കൊടുക്കുന്ന മാർക്ക്? ഔട്ട് ഓഫ് 10 ആണ്. ഇവിടെ മാർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനാണ് ഇപ്പോഴും. രണ്ടു കൂട്ടരും അവരവരുടെ വാദങ്ങൾ അവരവർക്ക് രീതിയിൽ അവർ വാദിച്ചിട്ടുണ്ട്. എന്നാലിവിടെ GHS ചാലിശ്ശേരി പാലക്കാടിന് 8.5 മാർക്കും, അതുപോലെ ചിന്മയ വിദ്യാലയ സീനിയർ സെക്കൻഡറി സ്കൂളിന് 8 മാർക്കും കൊടുക്കുന്നു. നന്ദി സ്വാമിജി. സർ, രണ്ടുപേരുടെയും വാദം നന്നായിരുന്നു. പക്ഷേ എൻ്റെ റേറ്റിംഗിൽ ചിന്മയ ഒരു സ്ലൈറ്റ് എഡ്ജ് ഉണ്ടെന്ന് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് ചിന്മയക്ക് 9 മാർക്കും ചാലിശ്ശേരിക്ക് 8 മാർക്കും. ഓക്കെ, താങ്ക് യു സർ. ടീച്ചർ, ഈ സംസ്കൃതത്തിലെ സ്വപ്നവാസവദത്തം എന്നൊരു നാടകമുണ്ട്. ആ നാടകത്തിൽ ഒരു ഡയലോഗ് ഉണ്ട്, മഹതി ബഹുമാന സങ്കടേ മാം ന്യസ്യതി. എന്നെ വലിയൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മാർക്ക് തരാനും വയ്യ, എങ്ങനെയാ കുറയ്ക്കാന്ന് പറഞ്ഞുകൂടാ. 2 പേർക്കും 19. 2 കൂട്ടർക്കും 19. അപ്പൊ നമ്മൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ചിന്മയ വിദ്യാലയത്തിന് ലഭിച്ചിരിക്കുന്നത് കറക്റ്റ് 36 മാർക്കും GHSS ചാലിശ്ശേരിക്ക് കിട്ടിയിരിക്കുന്നത് 35.5. 35.5 ആണ്. നല്ല മാർക്കുകളാണ്. അപ്പം എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് എല്ലാവരും പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു പെർഫോമൻസ് ഉണ്ട് അല്ലേ? അതെ. എന്താണ് ചെയ്യാൻ പോകുന്നത്? തബല എന്ന് പറയുന്ന ഹിന്ദുസ്ഥാനി വാദ്യോപകരണത്തിന്റെ ഒരു 3 മിനിറ്റുള്ള ഒരു നോട്ടാണ് വായിക്കാൻ പോകുന്നത്. സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് അത് കാണാം അല്ലേ? ഓക്കെ. നമസ്കാരം.
आज मैं आपके सामने पेश करता हूँ 3 ताल में विलंबित, कायदा, पेशकार, उठान, चक्रधार और रेला। था तिटिकिट था तिट्ट गीना था ती गीना तूना कीना ता तिटिकिट था तिट्ट गीना था ती गी नगदीना गीना। दागे दी नग नग तिटक तागे दंगीना गद्दा दिड़ तक तकिड़दा गद्दा दिड़ तक तकिड़दा गद्दा दिड़ तक तकिड़दा। था तिटिकिट तक तिटिकिट था तिटिकिट तक तिटिकिट था तिटिकिट तक ता तिटिकिट तक तिटिकिट ता तिटिकिट तक तिटिकिट था तिटिकिट तक। വളരെ മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ഒരുപാട് താങ്ക് യു ഇങ്ങനെ ഒരു പെർഫോമൻസ് ഞങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചതിന്. അങ്ങനെ ഈ ഒരു മനോഹരമായ പെർഫോമൻസോടുകൂടെ വജ്രവ്യൂഹം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതം ഇതാ മകരവ്യൂഹത്തിൽ എത്തി നിൽക്കുകയാണ്. ആചാര്യസഭയിൽ മുരളിച്ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേട്ടാ സ്വാഗതം. ഇനി നമ്മൾ ഈ വേദിയിലേക്ക് കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അതിനായിട്ട് സ്വാഗതം ചെയ്യാം കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട്. ദ്രൗപദിമാർ, വീരം, ക്രോധം, ഭക്തി. ഞങ്ങൾ കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട് സ്കൂളിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ പങ്കെടുക്കാൻ പോകുന്നത് റോൾ പ്ലേയിലാണ്. അതിനുവേണ്ടി ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ച് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനും ഈ ഒരു ഫ്ലോർ തന്ന അമൃത ടിവിക്കും ഞങ്ങളുടെ വളരെയധികം നന്ദി അറിയിക്കും.
അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ ദേ നിരന്ന് നിൽക്കുന്നു. ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത് പെർഫോമൻസിന്റെ സമയത്ത് സർപ്രൈസ് ആണ്, വേഷവും ഇതൊക്കെ അല്ലേ. ഞാൻ ആദ്യം വിചാരിച്ചാൽ രണ്ടുപേരും ഒരുപോലെ ഉണ്ടല്ലോ, ഒരേ ക്യാരക്ടറാണ്, എന്നാലും എന്ത് പറ്റിയെന്നൊക്കെ വിചാരിച്ചു. ഇത്രയും റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു ഷോളൊക്കെ, അത് കൊള്ളാം. നല്ലൊരു എന്താ ബുദ്ധിപരമായ നീക്കമാണ്. അപ്പൊ ഏതാണ് ക്യാരക്ടർ? ദ്രൗപദി. ദ്രൗപദിയുടെ 3 ഭാവങ്ങളാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് പേര് പറഞ്ഞു തുടങ്ങാം. അനുഗ്രഹ എത്രാം ക്ലാസ്സിലാണ്? 9th സ്റ്റാൻഡേർഡ്. അക്ഷയ 9th. പവിത്ര 12th. ഇതില് എല്ലാവരും മുമ്പ് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, 3 പേര് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലൊക്കെ തന്നെ ഈ വേദിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇത് മഹാപ്രസ്ഥാനം. ഇനിയൊരു മടങ്ങിവരവില്ല. മുന്നോട്ട് മുന്നോട്ട്. അതാണ് പഞ്ചപാണ്ഡവരുടെ ശീലം. ഏറ്റവും മുന്നിൽ നടക്കുന്ന ധർമ്മജൻ, തൊട്ടു പിന്നിൽ നടക്കുന്ന വായുധനയൻ, ഇന്ദ്രാത്മജൻ, അശ്വിനി ദേവസുതൻ. ആരെങ്കിലും ദയവായി തിരിഞ്ഞു നോക്കണേ, എന്നെ കൂടി ഒപ്പം കൂട്ടണേ. ആരുമില്ല, ആരുമില്ല ഈ ദ്രൗപദിക്ക്. അല്ല, ഉണ്ട്, ഒരാളുണ്ട്. കൃഷ്ണൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ, ആബൽ ബാന്ധവൻ, സേവിപ്പോർ കാനന്ദമൂർത്തി, പരൻ, പരാപരൻ, പരമാനന്ദ രൂപൻ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഭഗവാനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അല്ല, ഒരു തവണ ഗുരുക്കന്മാരോട് പരുഷമായി പെരുമാറിയിട്ടുണ്ട്. ക്ഷത്രിയോചിതമായ വീരരസം എന്നെ കീഴടക്കിയ നാളിൽ മഹാരഥന്മാരെ, രജസ്വലയായ പെണ്ണിന്റെ മാനം വെച്ച് ചൂതാടിയ നിങ്ങൾ മൗനം കൊണ്ട് അധർമ്മത്തിന് അരിയിട്ട് വാഴ്ച നടത്തുന്ന കുടില ബുദ്ധികളാണ്. പെണ്ണിന്റെ ആത്മാഭിമാനത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൗരുഷത്തിന് എന്താർത്ഥം? അധർമ്മത്തിന്റെ, അനീതിയുടെ, അസത്യത്തിന്റെ പാപക്കര പതഞ്ഞൊഴുകുന്ന ഈ സഭയിൽ പെൺകരുത്തിന്റെ കാതൽ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിഹാസമാനങ്ങൾ സ്വന്തം ജീവിതത്തിൽ നിരന്തരം എഴുതി ചേർക്കുന്ന ഭീഷ്മ പിതാമഹ, 1000 ആനകളുടെ കരുത്തുള്ള മഹാരാജൻ, കൃപദ്രോണ മഹാശയന്മാരെ, ധാർത്തരാഷ്ട്ര കുടുംബത്തെ മുച്ചോട് മുടിക്കാനായി വന്നുദിച്ച ധൂമകേതുവായ സൂതപുത്ര, ഞാൻ കൃഷ്ണ, ദ്രൗപദി, പാഞ്ചാല രാജാവായ ദ്രുപദന്റെ പ്രാണൻ ഇതാ ശപഥം ചെയ്യുന്നു. എന്റെ അഭിമാനത്തിന് വിലയിട്ട ഒരുവനെയും ഞാൻ വെറുതെ വിടില്ല. കൗരവക്കൂട്ടം വേരോടെ പിഴുതെറിയപ്പെടുന്നത് കാണാതെ ഇനി ഞാൻ ഉറങ്ങുകയില്ല. ഇത് സത്യം, സത്യം, സത്യം. എന്നോട് എന്തിനാണ് ഈ പിണക്കം കണ്ണ? ഞാൻ നിന്നോട് ഒരു നിമിഷം പോലും ക്രോധം പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. നിന്നോടെന്നല്ല, ആരോടും. അല്ല, ഒരിക്കൽ കാലം എന്നെ ക്രുദ്ധയാക്കിയിട്ടുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന നാൾ
ധർമ്മയുദ്ധം? ഈ കുരുക്ഷേത്ര ഭൂമിയോ ധർമ്മത്തിന്റെ വിളനിലം? എന്റെ അച്ഛൻ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ പിഞ്ചു കുഞ്ഞുങ്ങൾ, ഭഗവാനെ, ഈ കാഴ്ച ഞാൻ എങ്ങനെ സഹിക്കും? ഇല്ല, ദ്രൗപദി കരഞ്ഞുകൂടാ. ദ്രൗപദിയുടെ കണ്ണിൽ കണ്ണുനീരില്ല. അഗ്നിയാണ് അതിനുള്ളിൽ. യാജ്ഞസേനിയാണ് ഞാൻ. ദ്രുപദ മഹാരാജാവ് നടത്തിയ യജ്ഞത്തിലെ അഗ്നികുണ്ഡത്തിൽ നിന്നും ഉദിച്ചവൾ, തീയിൽ കുരുത്ത പെണ്ണ്. പാഞ്ചാല കുലത്തോട് എന്നും അസൂയയും പകയും വച്ചു പുലർത്തിയിരുന്ന ദ്രോണൻ എന്ന വൃദ്ധ ബ്രാഹ്മണന്റെ പുത്ര, നീചരിൽ നീചനായ അശ്വത്ഥാമാവേ, ഇന്നെന്റെ കോപാഗ്നിയിൽ വെന്ത് വെണ്ണീറാവും നീ. ഇല്ല, കൊല്ലില്ല, മരിക്കാൻ നിന്നെ അനുവദിക്കില്ല ഞാൻ. നീ ജീവിക്കണം, നീറി നീറി ജീവിക്കണം. സഹിക്കാനാവാത്ത വേദന അനുഭവിച്ച് പ്രപഞ്ചമുള്ളിടത്തോളം കാലം അലഞ്ഞു തിരിയണം നീ. നിന്റെ നെറ്റിയിലെ രത്നമുണ്ടല്ലോ, നിന്നോടൊപ്പം ജനിച്ച നിന്റെ ആ ചൂടാമണി, അത് പിഴുതൊടിപ്പിക്കും ഞാൻ. നീ എന്നും ഭയന്നിരുന്ന ഭീമസേനനെ കൊണ്ട്. മൂർധാവിലെ മുറിവ് പഴുത്തളിഞ്ഞ് ചോരയും ചലവും ഒഴുകി സഹിക്കാനാവാത്ത വേദനയിൽ പുളഞ്ഞു പുളഞ്ഞ് ഭിക്ഷതണ്ടി നടക്കും നീ. നടത്തും നിന്നെ ഈ യാജ്ഞസേനി, ദ്രുപദപുത്രി, പാണ്ഡവ പത്നി, ചന്ദ്രവംശത്തിന്റെ മഹാറാണി. ആരവിടെ? രഥം ഒരുങ്ങട്ടെ. കൃഷ്ണ, ഗോവിന്ദ, ഗോപീജന വല്ലഭ, മൃത്യുവിന്റെ കറുത്ത ചിറകുകൾക്കടിയിൽ നിന്നും അമരത്വത്തിന്റെ ആകാശങ്ങളിലേക്ക് ഗരുഡ വാഹന എന്നെ കൊണ്ടെത്തിക്കണേ. ഓം നമോ ഭഗവതേ വാസുദേവായ, കൃഷ്ണായ, ഗോവിന്ദായ, ഗോപീജന വല്ലഭായ. കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ഇതായിരുന്നു ആ വെറൈറ്റി അല്ലേ? ഇതിനാണ് ഇത്ര ഒരുക്കങ്ങളായിരുന്നത്. എന്തായാലും ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. കാരണം ഈ ഒരു എന്താ പറയുക, ട്രാൻസ്ഫോർമേഷൻ എല്ലാം എനിക്ക് ഭയങ്കര ഒരു കൗതുകമുണ്ടായിരുന്നു. ഈ ഒരു വേദിയിൽ ഇതുവരെ കാണാത്തൊരു കൗതുകം ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ പെർഫോമൻസിന് പാടുള്ളതാണോ അല്ലയോ എന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ കാണാൻ രസമുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ആചാര്യസഭയുടെ അടുത്ത് ചോദിക്കാം. സ്വാമിജി, അവതരണത്തിലൊരു പുത്തൻ ശൈലി ആവിഷ്കരിച്ചതുപോലെ തോന്നി. ഇതുവരെ ചെയ്ത അഭിനയം പോലെ അല്ലായിരുന്നു, നാടകം പോലെ അല്ലായിരുന്നു. ഒരു പ്രത്യേകത തോന്നി അതിന്. അതേപോലെ ഈ ദ്രൗപദി എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ഈ മഹാപ്രസ്ഥാനത്തിൽ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നത് പോലെ നമ്മളെ കൊണ്ടുപോവുകയായിരുന്നു. ദ്രൗപദി വീണു പോകുന്ന സമയത്ത് ഗോവിന്ദനെ വിളിക്കുന്നത് പറയുന്നില്ല, പക്ഷെ അത് വളരെ ഗോവിന്ദനെ തീർച്ചയായിട്ടും വിളിച്ചിട്ടുണ്ടാകും എന്നുള്ള ഭാവന അവിടെ കൊടുത്തത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടത് അവതരിപ്പിച്ചു എന്നുള്ളത് യാതൊരു സംശയമില്ല. മൂന്നുപേരും നന്നായിട്ട് ചെയ്തു. എല്ലാ അഭിനന്ദനങ്ങളും. നമസ്കാരം. നന്ദി സ്വാമിജി. ടീച്ചർ, അതിഗംഭീരായിരുന്നു. ഞാനിങ്ങനെ സ്വാമിജി ഞാൻ എൻ്റെ കണ്ണ് നിറയുന്നത് കാണല്ലേ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതുപോലെ നമ്മള് ചില ഭാവങ്ങളോട് ഹൃദയം കൊണ്ട് ഐക്യപ്പെട്ടു പോവില്ലേ? അങ്ങനെ ഒരു അനുഭവം പ്രേക്ഷകർക്ക് തരാൻ പറ്റിയാൽ അതാണ് ഒരു നാടകത്തിന്റെ, ഒരു രംഗാവതരണത്തിന്റെ ഏറ്റവും വലിയ വിജയം.
അപ്പോൾ അത് പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് തോന്നണു. പ്രത്യേകിച്ചും ഈ നറേഷന്റെ രീതി എനിക്ക് വളരെ കൗതുകമായിട്ടും ഇഷ്ടമായിട്ടും തോന്നി. കാരണം ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയം അയാൾ മരണത്തിലേക്ക് അടുക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരുപക്ഷെ ആടിത്തീർത്ത അയാളുടെ ഭാവങ്ങൾ മുഴുവൻ അയാളുടെ മനസ്സിലേക്ക് വരും. ഈ യാത്രയിൽ പാണ്ഡവരെല്ലാവരും ഈ ആലോചനയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും യുദ്ധം ചെയ്തതും ഒക്കെ എന്തിനായിരുന്നു എന്നൊരു ചിന്ത അവരുടെ ഒക്കെ ഉള്ളിലുണ്ടാവാം. ആത്യന്തികമായി നാടക സങ്കേതങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, പക്ഷേ ഒരു പ്രേക്ഷക എന്ന നിലയിൽ മനസ്സിൽ ദ്രൗപദിയുടെ എല്ലാ ഭാവങ്ങളും, എനിക്ക് ആ ക്രോധമൊക്കെ അഭിനയിച്ച കുട്ടിയുടെ ശബ്ദം എന്തൊരു ഗാഠമായ, എന്തൊരു പ്രൗഢമായ ശബ്ദമാണ്. 3 പേരുടെ അതേട്ടോ, ക്രോധത്തിലാണ് ആ ശബ്ദത്തിന്റെ എല്ലാ എഫക്റ്റും വരുന്നത്. വളരെ നന്നായിട്ടുണ്ട്, വളരെ ഗംഭീരമായ അവതരണം, അഭിനന്ദനങ്ങൾ. താങ്ക് യു ടീച്ചർ. അലക്സാണ്ടർ സർ? ഗംഭീരൻ പെർഫോമൻസ് ആയിരുന്നു. വളരെ ഭംഗിയായിട്ടുള്ള പെർഫോം ചെയ്ത 3 കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ കൊടുക്കുന്നു. പാഞ്ചാലി എന്ന കഥാപാത്രം വളരെ ശ്രദ്ധാപൂർവ്വം പഠിക്കേണ്ട ഒരു കഥാപാത്രമാണ്. ഗാന്ധാരിയെപ്പോലെ ആയിത്തീർന്നു പാഞ്ചാലി. ഗാന്ധാരിയുടെ അച്ഛനെയും സഹോദരങ്ങളെല്ലാം കൂടെ ധൃതരാഷ്ട്രം പിടിച്ച് അകത്തിട്ട് ജയിലിൽ കിടന്നുകൊണ്ട് അച്ഛനും മരിച്ചു, ശകുനി ഒഴിച്ചുള്ള സഹോദരങ്ങളെല്ലാം മരിച്ചു. അവസാന യുദ്ധത്തിൽ 100 മക്കളും മരിച്ചു. അവസാനം ഭർത്താവ് മാത്രമുള്ള സ്ത്രീയായി മാറി ഗാന്ധാരി. പാഞ്ചാലി ഇതേ പൊസിഷനിലെത്തി. അച്ഛൻ പോയി ദൃഷ്ടദ്യുമ്നൻ സഹോദരനെയും 5 മക്കളെയും പാണ്ഡവ ശിവരത്തിൽ കയറി ആക്രമിച്ചിട്ട് അശ്വത്ഥാമാവ് കൊന്നു. അങ്ങനെ ഗാന്ധാരിയെപ്പോലെ സെയിം പൊസിഷനിലെത്തി പാഞ്ചാലി. അഭിനയത്തിൻ്റെ അവസാനം സാധാരണ ഈ ആക്ടേഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഗ്ലിസറിൻ വാരി പരട്ടിയിട്ടാണ് ഈ കരയുന്നത്. പക്ഷെ ഇന്നത്തെ ആ കുട്ടിയുടെ അഭിനയം ഉണ്ടല്ലോ, റിയലി ഈ കണ്ണീരും വന്നു. റിയൽ കരച്ച് ആ കുട്ടി അഭിനയിച്ചു. അത് ഗ്ലിസറിൻ ഇല്ലാതെ കാണിച്ചത് വളരെ ഭംഗിയാണ്. ശബ്ദവും ഗാംഭീര്യവും ഉയരുകയും താഴുകയും ചെയ്യുന്നത് വളരെ ഭംഗിയാണ്. എക്സാംപ്ലറി അഭിനയം. കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. മുരളി ചേട്ടാ? യെസ്, എക്സലൻറ്റ് എക്സലൻറ്റ്. നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഞാൻ 3ാമത്തെ തവണയാണ് എണീറ്റഡ് നിൽക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. എക്സലൻറ്റ്. ഐ മീൻ പറയാൻ വാക്കുകളില്ല, എന്നാലും എന്തൊക്കെ പറയണ്ടേ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കോസ്റ്റ്യൂം നിങ്ങൾ കൊണ്ടുവന്നാണോ? നിങ്ങൾ ഡിസൈൻ ചെയ്തതാണ് അല്ലേ? നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അല്ലേ? അത് പറയണ്ട, നിങ്ങളെന്ന് പറഞ്ഞാൽ മതി. സോ അതിനാദ്യം ഒരു നല്ല ഗൈഡ്. അത് ആ ഒരു എഫേർട്ട് എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അത് വളരെ നല്ലതാണ്. റൈറ്റ്. ഇനി ആ സെറ്റ് എനിക്കിഷ്ടമായി. ആ ഒരു ഇല കൊഴിഞ്ഞ മരം എന്നുള്ള സങ്കല്പം എനിക്കിഷ്ടമായി. പക്ഷെ ഇത് നിങ്ങൾക്കുള്ളതല്ല കേട്ടോ, ഇത് ഡിസൈൻ ചെയ്തവർക്കുള്ളതാണ്. അത് ഈ കേർട്ടൻ്റെ ഒക്കെ പിന്നിൽ അങ്ങ് ഹിഡൻ ആയിപ്പോയി അതിൻ്റെ ഒരു ഉദ്ദേശം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബാക്ക്ഡ്രോപ്പ് മുഴുവനും ഡാർക്ക് ആയതുകൊണ്ട് ആ ഡാർക്ക് ട്രീ അതിനകത്ത് അങ്ങ് മേജ് ആയിപ്പോയി. പിന്നെ ഇനി ഇപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കത്തിൽ, ഇതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയാണ് ഈ 3 എമോഷൻസ് എടുത്ത് ചെയ്യാം, 3 കഥാപാത്രങ്ങൾ എന്നൊക്കെ രുദ്രനും ഞാനുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞാനന്ന് സജസ്റ്റ് ചെയ്തു നമുക്ക് ഈ ഹാഫ് കേർട്ടനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതൊക്കെ പറയുക എന്നല്ലാതെ ചെയ്തു വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നത്. എക്സലൻ്റ് ആയിരുന്നു ആ കേർട്ടൻ്റെ യൂസേജ്. നമ്മുടെ റെപ്പർട്ടുവാർ, നമ്മുടെ തിയേറ്റർ റെപ്പർട്ടുവാറിൽ നമ്മുടെ ഭണ്ഡാരത്തിൽ ഇരിക്കുന്ന സാധനമാണ് അതൊക്കെ. നമ്മൾ പ്രയോഗത്തിൽ കാണുന്ന സമയത്ത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇനി നിങ്ങളുടെ പെർഫോമൻസിലേക്ക് വരാം. ആ ശംഖിനെ തുടർന്നുള്ള മ്യൂസിക്, കേർട്ടനിൽ നിന്ന് വന്ന എൻട്രി ഒക്കെ ഗംഭീരമായി. അതുപോലെ തന്നെ മോളുടെ പേരെന്താണ്? അക്ഷയ. അപ്പോൾ ഈ സാരിയോട് എനിക്കും ഒരു ചെറിയ വിയോജിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും സാരമില്ല, കാരണം നിങ്ങളുടെ പെർഫോമൻസ് അതിൻ്റെയൊക്കെ അപ്പുറം പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചുരിദാറിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇഫ് യു ക്യാൻ ബിക്കം എ ക്യാരക്ടർ ദെൻ ദീസ് തിങ്സ് ഡസൻറ്റ് മാറ്റർ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിൽ ഈ ഫ്ലാഷ് ബാക്ക് ടെക്നിക് സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്നത് ഗംഭീരമാണ്. പിന്നെ ഭക്തിയിലേക്ക് നേരെ പോകാതെ ഫ്രം ദ റിയലൈസേഷൻ ദാറ്റ് ദേ ആർ ഓൾ ഗോൺ, അവർ പോയിക്കഴിഞ്ഞു എന്നെ കൂട്ടാതെ എന്നുള്ള ആ ഒരു അറിവും അതിൽ നിന്ന് വരുന്ന സോറോ, ഒരു ദുഃഖത്തിൽ നിന്ന് അതിൽ നിന്ന് ഭക്തിയിലേക്ക് പോയതാണ്. അതായത് വെറുതെ ഭക്തി കാണിച്ചുകൊണ്ട് കാര്യമില്ല, എന്തിന് ഭക്തിയിലേക്ക് വരുന്നു എന്നുള്ള എമോഷൻ, ആ ഒരു എമോഷണൽ ട്രാവൽ സ്ക്രിപ്റ്റിൽ വന്നത് മോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഭക്തിക്ക് ശേഷം വന്ന ഇന്റർചേഞ്ച് വാസ് ഗംഭീരം. ഇന്റർചേഞ്ച്
ദാറ്റ് എൻട്രി, ആ എൻട്രിക്ക് കേട്ടൺ ഒന്ന് മാറ്റി പിടിച്ച് ഒരു കനോപ്പി പോലെ പിടിച്ച് ആൻഡ് മോളുടെ എൻട്രി, നെഞ്ചത്ത് കൈവയ്ക്കല്ലേ, മോളുടെ എൻട്രി വാസ് സ്ട്രോങ്. അവിടെ ആ കേട്ടൺ എന്നുള്ളത് മാറി കനോപ്പിയായി. അപ്പോൾ ഒരു പ്രോപ്പർട്ടി അല്ലത്, ഒരു പ്രോപ്പർട്ടി തന്നെ നമുക്ക് പലതാക്കാം എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണത്. ഓക്കെ, അപ്പോൾ ആ എൻട്രി വാസ് ബ്രില്യൻറ്റ്. ആൻഡ് മോളുടെ പേരെന്താണ്? അനുഗ്രഹ. ഗംഭീരമായിരുന്നു എൻട്രി ഒക്കെ. എനിക്ക് തോന്നുന്നു അനുഗ്രഹ എൻട്രിയും ഇത് കാണുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കാണുള്ളൂ, നാളെ കാണില്ല. അത് ടി വിയിൽ കാണുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം മോള്. ബ്രില്യൻ്റ് ആയിരുന്നു കേട്ടോ, ബ്രില്യൻ്റ് ആയിരുന്നു. ബട്ട് ആ എൻട്രി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബൈ ദി എൻഡ് ദർ വാസ് എ ഡിപ്പ് ഇൻ യുവർ എനർജി കേട്ടോ. ദർ വാസ് എ സ്മോൾ ഡിപ്പ്. ഇത് ഈ കുറ്റം കാണാൻ ഇവിടെ കാത്തിരിക്കുന്ന എനിക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഇത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ. ദർ വാസ് എ സ്മോൾ ഡിപ്പ് ഇൻ ദി എനർജി ആൻഡ് സോ ദർ വാസ് എ സ്മോൾ ഡിപ്പ് ഇൻ ദി എമോഷൻ ആസ് വെൽ. സ്മോൾ കേട്ടോ. അത് വരേണ്ട ആവശ്യമില്ല, കാരണം എൻട്രി അത്രയും കേമായതുകൊണ്ട് തന്നെ ഇവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേ നമുക്ക് പോകാൻ പാടുള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരരുത്, മനസ്സിലായി? അങ്ങനെ അങ്ങ് പോകണം. അപ്പോൾ അതൊന്ന് വെൻ യു വാച്ച് ഇറ്റ് ഓൺ ടെലിവിഷൻ യു ക്യാൻ അനലൈസ് ഇറ്റ് യുവർ സെൽഫ്. ഞാൻ പറയാതെ തന്നെ. ദെൻ ദ വീരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു മോളെ, എക്സലന്റ്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഡാൻസ് പഠിച്ചത് വേണ്ട വിധം ആക്ടിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ ഡാൻസ് പഠിച്ച ഒരു മൈനസ് പോയിന്റ് ആവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ, കാരണം കണ്ണിൻ്റെയും അതായത് മനസ്സും കണ്ണും മുഖവും ഒക്കെ തമ്മിലുള്ള ആ ഒരു ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് ഡാൻസിൽ നിന്ന് സ്വാംശീകരിച്ചതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നന്നായിട്ട് വന്നിട്ടുണ്ട്. എക്സലൻറ്റ് ബോഡി, വോയിസ് ആൻഡ് ഗുഡ് വേരിയേഷൻ ആൻഡ് എവറിത്തിങ്. ഇതിൻ്റെ ആ ഡിസൈനിങ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ആ ക്ലൈമാക്സിൽ ഞാൻ ആലോചിച്ചിരുന്നു അത് അവിടെ അവസാനിച്ചിരുന്നെങ്കിൽ എന്നാലോചിച്ചു. പക്ഷേ വീണ്ടും നിങ്ങളുടെ എൻഡിങ് വാസ് റിയലി ഗുഡ്. മോളുടെ പേരെന്താ? പവിത്ര. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവസാനത്തെ ഭാഗത്തിലേക്ക് വരുമ്പോഴേക്കും 1-2 ടേണിങ്സ് ഉണ്ടായില്ലേ, അത് വേണ്ടായിരുന്നു. കുറച്ച് മെക്കാനിക്കലായിരുന്നു അത്, കുറച്ച് മനസ്സിലായില്ല. അതില്ലെങ്കിലും ആ ടേണിങ് ഇല്ലെങ്കിൽ ഒരു ടേണിങ് വർക്ക് ചെയ്ത് ഓക്കെ. മറ്റേത് ടേൺ ചെയ്യാൻ വേണ്ടി ടേൺ ചെയ്ത പോലെ തോന്നി, അല്ലെങ്കിൽ ഇത് സംവിധാനം ചെയ്ത ആൾ അവിടെ ഒരു ടേണിങ് ഇടൂ എന്ന് പറഞ്ഞുകൊണ്ട് ടേൺ ചെയ്ത പോലെ തോന്നി. പറയുന്ന മനസ്സിലാവുണ്ടോ? ഒരു 2-3 ടേണിങ് ഉണ്ട് അവിടെ അല്ലേ, ബൈ ദി എൻഡ് ബിഫോർ യു എക്സിറ്റ് അല്ലേ, ഒരു 2-3 ടേണിങ് ഉണ്ട്. ആ ടേണിങ് ഏതെങ്കിലും ഒരെണ്ണം മതിയായിരുന്നു, അല്ലെങ്കിൽ തീരെ വേണ്ടാന്ന് വെക്കായിരുന്നു. ഈ നോട്ടും മോൾക്കുള്ളതല്ല, സഹായിച്ച ആൾക്കുള്ളതാണ്. എഗെയിൻ ദറ്റ് ഹാഫ് കർട്ടൺ എന്ന് പറയുന്നത്, ഹാഫ് കർട്ടൺ മാത്രമല്ലാതെ വീണ്ടും അവിടെ പുതയ്ക്കാൻ ഉപയോഗിച്ചതും എല്ലാം ഗംഭീരമാക്കി. ഐ എം സോ ഹാപ്പി. ഒരു ആക്ടേഴ്സ് നന്നായിട്ട് ചെയ്യുന്ന സമയത്ത് യു ജസ്റ്റ് ഫീൽ ഗുഡ്. ഓക്കെ, ഫുൾ എനർജി. ഓക്കെ, വെരി ഗുഡ്, എക്സലന്റ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മുരളി ചേട്ടാ. ഫുൾ പോസിറ്റീവ് കമന്റ്സ് ആണ് അല്ലേ? ഇനി ഈ കമന്റ്സ് ഒക്കെ ഇനി മാർക്കായിട്ട് കൺവേർട്ട് ആവുമെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ചോദിച്ചു നോക്കാം. സ്വാമിജി, ഔട്ട് ഓഫ് 10 എത്ര പോയിന്റ്സ് ആണ് കൊടുക്കുന്നത്? ഫുൾ മാർക്ക് കൊടുക്കുകയാണ്. 10 ഔട്ട് ഓഫ് 10. ടീച്ചർ, ഔട്ട് ഓഫ് 10? സംശയമില്ല, 10 മാർക്ക്. വീണ്ടും 10 മാർക്ക്. സർ? സൂപ്പർ പെർഫോമൻസ്, 10 ഔട്ട് ഓഫ് 10. 10 ഔട്ട് ഓഫ് 10. എനിക്കും ആഗ്രഹമുണ്ട് ഈ ഔട്ട് ഓഫ് കംപ്ലീറ്റ് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണതയിലേക്ക് എത്തിയെന്ന് അവർക്ക് തോന്നും. അതുകൊണ്ട് 20-ൽ 19.5. വാവ്, 19.5. കിടിലം മാർക്ക് എന്ന് പറഞ്ഞാൽ കിടിലം മാർക്ക്. 49.5 ഔട്ട് ഓഫ് 50. എന്താ പറയുക, ഇവിടുത്തെ ഹയ്യസ്റ്റ് പോയിന്റ് ആണ്. ഇത്രയും നാളത്തെ പെർഫോമൻസിലെ ഹയ്യസ്റ്റ് പോയിന്റ് ആണ്. അതായത് 13 ടീമിൽ ഇപ്പൊ ഈ ഒരു റൗണ്ടിൽ വന്നിരിക്കുന്നതിൽ ഹയ്യസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആചാരസഭയിലുള്ളവർ പറയുന്നതൊക്കെ കേട്ട് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ എത്ര മാറ്റാ വരുന്നല്ലേ. ഈ സ്ക്രിപ്റ്റ് ആരാ ചെയ്തത്? എന്തായാലും ഞങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് അന്വേഷിച്ചു എന്നൊരു താങ്ക് യു പറഞ്ഞു എന്ന് പറയാം. കാരണം ഇതുപോലൊരു സംഭവം നമ്മൾ ഈ വേദിയിലേക്ക് കൊണ്ടുവരുമ്പം അതിന് ഇത്രയൊക്കെ മാനങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് മാത്രമല്ല, അതിന്റെ ഡിസൈൻ, അതിന്റെ സ്റ്റേജ് ഡിസൈൻ, എല്ലാം കൂടിയുള്ള ബാലൻസ്. അത് സ്ക്രിപ്റ്റ്, അതിന്റെ സ്റ്റേജ് ഡിസൈനിങ് മീൻസ് ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ്. ആൻഡ് ദെയർ ആക്ടിങ്, ഇതെല്ലാം ഒരു ഒത്തുവരിക എന്നുള്ളതാണ്. അതെ, എല്ലാം കൂടെ ഒരു എന്താ പറയാ, കാണുന്നവർക്ക് വേറൊരു അനുഭൂതി തന്നെയാണ് നിങ്ങളുടെ ഓൾ ടീം തന്നിരിക്കുന്നത്. അതിനൊരു സ്പെഷ്യൽ ആയിട്ടൊരു താങ്ക് യു. അപ്പൊ നമുക്ക് ഇത്രയും മാർക്കൊക്കെ കിട്ടിയതിന്റെ സന്തോഷ സൂചകമായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി അല്ലേ? പവിത്ര ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ പവിത്രയുടെ ഒരു ഡാൻസ് ആയാലോ?
റെഡിയാണ്. ഓക്കെ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം കൂടെ ആ പാട്ടങ്ങ് പ്ലേ ചെയ്തിരുന്നെങ്കിൽ ഇതും തോന്നിപ്പോയായിരുന്നു. നല്ലായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. ടോട്ടൽ പെർഫോമൻസ് പോലെ തന്നെയായിരുന്നു ഈ ഡാൻസും. നൈസ്, വെരി നൈസ്. എന്തായാലും ഇനി അടുത്ത റൗണ്ടുകളിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ നമ്മൾ അഗ്നിശുദ്ധിയിലൂടെ ഒരു വ്യക്തിത്വ സ്ഥിരീകരണം എന്നൊരു വിഷയത്തിനെ ആസ്പദമാക്കിയുള്ള ഒരു ഡിബേറ്റ് റൗണ്ട് കണ്ടു. അതിനുശേഷം ദ്രൗപദിയുടെ വിവിധ ഭാവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതം ഇതാ ഇവിടെ പൂർണ്ണമാവുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി. ശുഭദിനം.